സൂര്യനിൽ നിന്നും എട്ടാമത്തെയും ഏറ്റവും വിദൂരവുമായ ഗ്രഹം. വാതക ഭീമന്മാരിൽ വെച്ച് ഏറ്റവും ചെറുത്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തമായ കാറ്റ് വീശുന്ന ഗ്രഹം. ഐസ് ഭീമനായ ഈ ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സൗരയൂഥത്തിലെ ഏറ്റവും അവസാനത്തെ ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. 1846 സെപ്റ്റംബർ 23-നാണ് നെപ്റ്റ്യൂണെ ആദ്യമായി കണ്ടെത്തുന്നത്. 1781 യുറേനസിനെ കണ്ടെത്തിയപ്പോൾ യുറേനസിൻ്റെ ഭ്രമണപഥം കണക്കുകൂട്ടാൻ ജ്യോതിശാസ്ത്രജ്ഞർ ശ്രമിച്ചിരുന്നു. എന്നാൽ തികച്ചും വ്യത്യസ്തമായ രീതിയിലായിരുന്നു യുറേനസിൻ്റെ ഭ്രമണപഥം. അങ്ങനെ യുറേനസിന് പിന്നിൽ മറ്റൊരു ഗ്രഹമുണ്ടെന്നും ആ ഗ്രഹത്തിൻ്റെ ഗുരുത്വാകർഷണ ബലം കൊണ്ടാണ് യുറേനസിൻ്റെ ഭ്രമണപഥം നിർവചിക്കാൻ കഴിയാത്തതെന്നും ജ്യോതിശാസ്ത്രജ്ഞർക്ക് മനസ്സിലായി. അങ്ങനെ നെപ്റ്റ്യൂണിൻ്റെ സാന്നിധ്യം അവർ തിരിച്ചറിഞ്ഞു. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്കുള്ള ഏകദേശ അകലമാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. നെപ്റ്റ്യൂൺ സൂര്യനിൽ നിന്നും 30 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. നെപ്റ്റ്യൂണിലേക്ക് സൂര്യപ്രകാശം എത്താൻ ഏകദേശം 4 മണിക്കൂറുകൾ വേണം. സൂര്യനിൽ നിന്നും ഏറ്റവും അകലത്തിലുള്ള നെപ്റ്റ്യൂൺ ഒരു തണുത്തു മരവിച്ച ഗ്രഹമാണ്. നെപ്റ്റ്യൂണിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ താപനില -214 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും കുറവ് താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത് നെപ്റ്റ്യൂണിലല്ല, അത് 7ാമത്തെ ഗ്രഹമായ യുറേനസിലാണ്. -224 ഡിഗ്രി സെൽഷ്യസ് ആണ് യുറേനസിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ താപനില. അതായത് സൗരയൂഥത്തിലെ ഏറ്റവും തണുത്ത ഗ്രഹം ഏറ്റവും അകലെയുള്ള നെപ്റ്റ്യൂൺ അല്ല, യുറേനസ് ആണ്. ഐസ് ഭീമന്മാരിൽ ഒരാളായ നെപ്റ്റ്യൂണിൻ്റെ വ്യാസം 49,244 കിലോമീറ്റേഴ്സാണ്. സൗരയൂഥത്തിലെ 4ാമത്തെ വലിയ ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. ഇത്രയും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമായിരുന്നതിനാൽ നെപ്റ്റ്യൂണെ നിരീക്ഷിക്കുന്നതിനും പഠിക്കുന്നതിനും വളരെ പരിമിതികളുണ്ടായിരുന്നു. പിന്നീട് വോയേജർ 2-ൻ്റെ വിക്ഷേപണത്തോടെയാണ് നെപ്റ്റ്യൂണെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. 1977 വിക്ഷേപണം നടത്തിയ വോയേജർ 2 1989 നെപ്റ്റ്യൂണെ സന്ദർശിക്കുന്നത്. നെപ്റ്റ്യൂണെക്കുറിച്ച് അതുവരെ മനസ്സിലാക്കാത്ത കുറേയേറെ കാര്യങ്ങൾ വോയേജർ 2 വഴി മനസ്സിലാക്കി. നെപ്റ്റ്യൂണിൻ്റെ അടുത്തുകൂടി പറക്കുന്ന ആദ്യ മനുഷ്യനിർമ്മിത വസ്തുവായിരുന്നു വോയേജർ 2. നെപ്റ്റ്യൂണിന് ഒരു തവണ സൂര്യനെ വലയം ചെയ്യാൻ 165 ഭൗമ വർഷങ്ങൾ വേണം. എന്നാൽ ഇതിന് സ്വന്തം അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യാൻ വെറും 16 മണിക്കൂറുകൾ മാത്രം മതി. നെപ്റ്റ്യൂണിൻ്റെ ആക്സിയൽ ടിൽറ്റ് ഏകദേശം 28 ഡിഗ്രിയാണ്. താരതമ്യേന പറഞ്ഞാൽ ഭൂമിയുടെ ആക്സിയൽ ടിൽറ്റ് 23.5 ഡിഗ്രിയാണ്. ഇത് ഏകദേശം സമാനമായതിനാൽ ഭൂമിയിൽ അനുഭവപ്പെടുന്ന ഋതുക്കൾ നെപ്റ്റ്യൂണിലും അനുഭവപ്പെടുന്നു. എന്നിരുന്നാലും അതിൻ്റെ ദൈർഘ്യം വളരെ കൂടുതലായിരിക്കും. അതായത് ഓരോ സീസൺസും 40 വർഷത്തിലധികം നീണ്ടു നിൽക്കും. നെപ്റ്റ്യൂണിൻ്റെ ആന്തരിക ഘടനയും അന്തരീക്ഷവുമെല്ലാം ഏകദേശം യുറേനസിന് സമാനമാണ്. നെപ്റ്റ്യൂൺ ഒരു ഖരരൂപത്തിലുള്ള ഉപരിതലമില്ല. നെപ്റ്റ്യൂണിൻ്റെ അന്തരീക്ഷം കൂടുതലായും ഹൈഡ്രജൻ, ഹീലിയം, മീഥേൻ എന്നിവ കൊണ്ട് നിറഞ്ഞതാണ്. അന്തരീക്ഷത്തിലെ മീഥേനാണ് നെപ്റ്റ്യൂണിൻ്റെ നീല നിറത്തിനുള്ള കാരണം. വാതക ഭീമൻ ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം നെപ്റ്റ്യൂണാണ്. നമ്മുടെ സൗരയൂഥത്തിൽ ഏറ്റവും വേഗത്തിൽ കാറ്റ് വീശുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂണിലെ കാറ്റ് ജൂപ്പിറ്ററിലെ ചുഴലിക്കാറ്റുകളേക്കാൾ 3 ഇരട്ടിയും ഭൂമിയിലെ കാറ്റിനേക്കാൾ 9 മടങ്ങും ശക്തമാണ്. 2000 km/h വേഗതയിലാണ് ഇവിടെ കാറ്റ് വീശുന്നത്. ഭൂമിയിൽ ഇതുവരെ വീശിയിട്ടുള്ള ഏറ്റവും ശക്തമായ കാറ്റിൻ്റെ വേഗത 408 km/h ആണ്. നെപ്റ്റ്യൂണിൽ ഭീമാകാരമായ ചുഴലിക്കാറ്റുകൾ രൂപപ്പെടാറുണ്ട്. 1989 വോയേജർ 2 പകർത്തിയ ഭീമൻ ചുഴലിക്കാറ്റാണ് ദ ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട്. ഇതിന് ഭൂമിയേക്കാൾ വലിപ്പം കൂടുതലായിരുന്നു. പിന്നീട് ആ ചുഴലിക്കാറ്റ് പതിയെ അപ്രത്യക്ഷമായി. പക്ഷേ ഗ്രഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ ചുഴലിക്കാറ്റുകൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. നെപ്റ്റ്യൂണിന് പ്രധാനമായും 3 ലെയേഴ്സ് ആണുള്ളത്: അറ്റ്മോസ്ഫിയർ, മാൻറ്റിൽ, കോർ. മാൻറ്റിൽ ദ്രാവക രൂപത്തിലാണുള്ളത്. ജലം, അമോണിയ, മീഥേൻ എന്നിവയാണ് മാൻറ്റിൽ ഭാഗത്തുള്ളത്. 1727 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4727 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് മാൻറ്റിൽ ഭാഗത്തെ താപനില. നെപ്റ്റ്യൂണിന് ഒരു സോളിഡ് കോർ ഭാഗമുണ്ടെന്നാണ് നിഗമനം. ഈ കോർ ഭാഗം അയൺ, നിക്കൽ, സിലിക്കേറ്റ് പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. കോർ ഭാഗത്തിന് ഏകദേശം ഭൂമിയുടെ അത്ര വലിപ്പമുണ്ട്. 7000 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് കോർ ഭാഗത്തെ താപനില.
നെപ്റ്റ്യൂണിന് പ്രധാനമായും 5 വളയങ്ങളാണുള്ളത്: ഗാൾ, ലെവറിയർ, ലാസെൽ, അരാഗോ ആൻഡ് ആഡംസ്. ഗ്രഹത്തെക്കുറിച്ച് സുപ്രധാന കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ജ്യോതിശാസ്ത്രജ്ഞരുടെ പേരിലാണ് അതിൻ്റെ വളയങ്ങൾ അറിയപ്പെടുന്നത്. ഏകദേശം 35 കിലോമീറ്റേഴ്സ് മുതൽ 4000 കിലോമീറ്റേഴ്സ് വരെ വീതിയുള്ള വളയങ്ങളാണിവ. ഇതുവരെ നെപ്റ്റ്യൂണിൻ്റെ 14 ഉപഗ്രഹങ്ങളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നെപ്റ്റ്യൂണിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ട്രൈറ്റൺ. 1846 ഒക്ടോബർ 10-നാണ് ട്രൈറ്റനെ ആദ്യമായി കണ്ടുപിടിക്കുന്നത്. നെപ്റ്റ്യൂൺ കറങ്ങുന്നതിൻ്റെ അതേ ദിശയിലാണ് ബാക്കി എല്ലാ ഉപഗ്രഹങ്ങളും നെപ്റ്റ്യൂണെ വലയം വയ്ക്കുന്നത്. എന്നാൽ ട്രൈറ്റൺ എതിർ ദിശയിലാണ് വലയം വയ്ക്കുന്നത്. 2700 കിലോമീറ്റേഴ്സാണ് ട്രൈറ്റൻ്റെ വ്യാസം. വളരെ നേർത്ത ഒരു അന്തരീക്ഷമാണ് ട്രൈറ്റൻ്റേത്. ഇത് പ്രധാനമായും നൈട്രജനും ചെറിയ അളവിൽ മീഥേനും ചേർന്നതാണ്. ഇതുവരെ വോയേജർ 2 മാത്രമേ നെപ്റ്റ്യൂണിനെ സന്ദർശിച്ചിട്ടുള്ളൂ. വോയേജർ 2 വഴിയാണ് നെപ്റ്റ്യൂണിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചത്. ഇനിയും ഭാവിയിൽ നടക്കാനിരിക്കുന്ന ബഹിരാകാശ ദൗത്യങ്ങളിലൂടെ നെപ്റ്റ്യൂണിനെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കും.